വിദ്യാർത്ഥി സംഘർഷത്തിലെ ജി സുധാകരന്റെ വിമർശനം എസ്എഫ്ഐക്കെതിരെയല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി PM മാർഷോ. എസ്എഫ്ഐക്കാരെ ആക്രമിക്കാൻ വന്നാൽ സ്വാഭാവികമായി പ്രതികരിക്കും. അക്രമം അവസാനിപ്പിക്കാൻ ആദ്യം KSU ആയുധം താഴെ വെക്കട്ടെയെന്നും PM മാർഷോ പറഞ്ഞു. ഏകപക്ഷീയമായി എസ്എഫ്ഐക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത് അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു തമ്മിൽ തല്ലോ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷമോ കേരളത്തിൽ താമസിക്കുന്നത് നിലവിലില്ല. ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ്. അതിനെതിരായിട്ടുള്ള നല്ല പ്രതിഷേധം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സഖാവ് ജി സുധാകരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം എന്നുള്ളത് വിദ്യാർത്ഥികൾ തമ്മിൽ തന്നെ നല്ല വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ഏർപ്പാടാണ്. ആ ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്ന KSU അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ്. നേരത്തെ സഖാവ് സുധാകരൻ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ KSU നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകേണ്ടതായി വന്നത്. ആലപ്പുഴയിൽ നിന്ന് ഷൈജു ചേരുന്നു. ഷൈജു, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അമൃത, ആലപ്പുഴയിൽ നടന്ന ഒരു അനുസ്മരണ പരിപാടിയിലാണ് ജി സുധാകരൻ ഈ പരാമർശങ്ങൾ നടത്തിയത്. SFI രൂപീകരിച്ച കാലത്ത് താൻ അതിന്റെ നേതൃനിരയിലുണ്ടായിരുന്നതും ആ കാലത്തുണ്ടായിരുന്ന സമരങ്ങളും ഒക്കെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഇപ്പോഴത്തെ SFIയുടെ സമര രീതികളെ കുറിച്ച് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. SFI സ്ഥാപക നേതാക്കളിൽ ഒരാളായി താൻ സമരങ്ങളിൽ പോലീസിൽ നിന്ന് കല്ലേറ് കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ സമരവേദികളാണ്, അല്ലാതെ വിദ്യാർത്ഥികളെ തല്ലുകയല്ല ചെയ്ത്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് കലോത്സവ വേദികളിലെ ഈ സംഘർഷം അത് ശരിയായ രീതിയല്ലെന്നും കലോത്സവേദി തമ്മിൽ തല്ലാനുള്ളതല്ലെന്നും അടിക്കേണ്ടവരുണ്ടെങ്കിൽ അവർ വെളിയിൽ കിടന്നടിക്കണമെന്നും കലയെന്നാൽ എല്ലാത്തിനും ഉപരിയായ വികാരമാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ന് ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന PM മാർഷോയോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ജി സുധാകരന്റെ വിമർശനത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി അത് SFIക്കെതിരെ അല്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹത്തിന്റെ പരാമർശം മുൻ SFI നേതാവ് എന്ന നിലയിലാണെന്നും SFIക്കാർ ആക്രമിക്കപ്പെടേണ്ട ആളുകളല്ലെന്നും ആക്രമിക്കാൻ വന്നാൽ സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടാകും, അതാണ് ഇപ്പോൾ സംഭവിച്ചതെന്നും ഇരുമ്പ് കമ്പിക്ക് അടിക്കാൻ വന്നാൽ അടികൊള്ളാൻ SFI പറയില്ല എന്നും SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നതുകൊണ്ട് അക്രമം അവസാനിപ്പിക്കാൻ ആദ്യം KSU ആയുധം താഴെ വെക്കണം എന്നും PM മാർഷോ ആവശ്യപ്പെടുകയാണ്. അമൃത. ശരി ഷൈജു.